നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ 47 പേരെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പി ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, 47 പേരെ NTA-യിൽ പിരിച്ചുവിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താൽക്കാലിക ജീവനക്കാരോ ഡെപ്യൂട്ടേഷനിൽ വന്നവരോ ആയിരുന്നു ബഹുഭൂരിഭാഗം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ. എന്താണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി? അഭിലാഷ്, ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു നടപടി വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് 47 പേരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു നടപടിയാണ് വന്നിരിക്കുന്നത്. ഇതിൽ സുപ്രധാനമായിട്ടുള്ളത് ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില ഔട്ട്സോഴ്സിംഗ് മേഖലകളുണ്ട്. ആ മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവരെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ചോദ്യപേപ്പർ ചോർച്ചയിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്നവരെക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട്. പൂർണ്ണമായി ഒരു പരിഷ്കരണം NTA-യിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ 47 വരെ പിരിച്ചുവിട്ടത് എന്നാണ് സർക്കാർ അറിയിക്കുന്നത്. കൂടുതൽ പരിഷ്കാരങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും. അതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു പിരിച്ചുവിടൽ അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത്. കഴിഞ്ഞ ഈ രാജ്യസഭയിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സഹമന്ത്രി സുഗാന്ത നൽകിയ മറുപടി അനുസരിച്ചിട്ടാണെങ്കിൽ 39 സ്ഥിരം തസ്തികകളാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലുള്ളത്. ഇതിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നവരും ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സർക്കാർ അറിയിച്ചത്. 8 ഡയറക്ടർമാരും 8 ജോയിന്റ് ഡയറക്ടർമാരുമുള്ള ഒരു സെൻട്രൽ സ്റ്റാഫിംഗ് സംവിധാനമാണ് ഈ NTA-യിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൽ ഏതെല്ലാം തലത്തിലുള്ള ജീവനക്കാരെയാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിട്ടത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. ഏതായാലും ഈ സമരം നേരിടുന്നതിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ നാളെ CJP നേതാക്കൾ സർക്കാരുമായി ചർച്ച നടത്താനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ചില നടപടികൾ സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്.